ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയിട്ടോ രാവിലെ തന്നെ. പിന്നെ കുറച്ച് നേരമൊക്കെ ഞാൻ പുറത്ത് അഥവാ മുറ്റത്ത് സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം പോയിരിക്കും, കാഴ്ചയൊക്കെ കണ്ടിട്ടാട്ടോ ഞാൻ വീണ്ടും അടുക്കളയിൽ പോയത്. പിന്നെ അപ്പം ഇന്ന് ദോശയായിട്ട് ഉണ്ടാക്കണത്. പിന്നെ നാളെ ഇപ്പോൾ ന്യൂ ഇയർ ആണല്ലോ, ഈ വർഷത്തോടുക്കനെ കഴിയുകയാണല്ലോ അല്ലേ. എത്ര പെട്ടെന്ന് ഒരു വർഷമൊക്കെ പോയത് എന്ന് നല്ല ഒരിതുണ്ട് കേട്ടോ. ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നുണ്ട്. വർഷമായിക്കോട്ടെ, മാസമായിക്കോട്ടെ, ദിവസമായിക്കോട്ടെ, എത്ര പെട്ടെന്നെന്നറിയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഇസു പറയുന്നുണ്ട് ജാംജുവും പോകണം, പാർക്ക് പോകണം പിന്നെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. അപ്പോൾ ഏതായാലും മേലാറ്റൂർ പോകണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പുതിയ വർഷമാണ്. പിന്നെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എന്തായാലും ഈ ഒരു വർഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. അഥവാ പിന്നെ സന്തോഷമായാലും സങ്കടമായാലും ഓരോ അനുഭവങ്ങളും പാഠങ്ങളും എല്ലാം ഒരേപോലെ തുല്യമായിട്ട് ജീവിതത്തിൽ കടന്നു പോയിട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ ഒരു വർഷം കേട്ടോ യൂട്യൂബ് തുടങ്ങിയത് ഈ 2025 എന്തായാലും അടുത്ത വർഷമെങ്കിലും യൂട്യൂബ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും തുടക്കം ഒന്ന് കിട്ടിയെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ട് കേട്ടോ. അടുത്ത വർഷമെങ്കിലും പിന്നെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. ഇനിയിപ്പോൾ പുതിയ വർഷത്തിൽ എല്ലാവർക്കും ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മളുടെ സന്തോഷം തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ. പിന്നെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ ഇന്നലത്തെ ചിക്കനിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു കറിയും വെക്കണം, നെയ്ച്ചോറും വെക്കാൻ വിചാരിച്ചിട്ടാട്ടോ ഒന്ന്. അപ്പോൾ അതിനെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം വേഗം ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് അധിക പേർക്കും നല്ല ആഘോഷമായിരിക്കും അല്ലേ. കാരണം ന്യൂ ഇയർ കാരണം തന്നെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, അതേപോലെ തന്നെ അടുപ്പിച്ച് ആണല്ലോ ന്യൂ ഇയറും. അപ്പം അതുകൊണ്ട് തന്നെ അധിക പേർക്കും ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ പുറത്ത് പോയി അടിച്ച് പൊളിച്ച് ആഘോഷിക്കണവരായിരിക്കും അധിക പേരും. പിന്നെ നമ്മളിപ്പോൾ ഈ വീട്ടിലിരിക്കണേ നമുക്കൊന്നും കൂടുതൽ ആഘോഷമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഒന്ന് പുറത്ത് പോകണമെന്നുണ്ട്, മേലാറ്റൂരൊന്ന് പോകണമെന്നുണ്ട്, അതും സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. പിന്നെ അതേപോലെ പാർക്ക് പോകണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇസു രാവിലെ എണീറ്റപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. കാരണം നമുക്കൊന്ന് മേലാറ്റൂർ പോകണം, പാർക്ക് പോകണം, എന്തെങ്കിലും ഭക്ഷണം വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോയിക്കണത്. അപ്പം ഞാൻ പറഞ്ഞു എന്നോട് ഇന്ന് നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, മതി. പിന്നെ രാവിലെ എനിക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു. അതേപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്കൂൾക്ക് കൊടുത്തേക്കാൻ വിചാരിച്ചു. കാരണം എനിക്ക് ചോറ് ആ സമയത്തേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നെയ്ച്ചോറാണ് വെക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി കേട്ടോ എനിക്ക് ഞാൻ കൊടുത്തേക്കണത്. രാവിലെ പറയൽ തുടങ്ങിക്കൊണ്ടോ ഇസു നമുക്ക് എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ പറയണ കേട്ടിട്ടായിരിക്കും കുട്ടികളൊക്കെ പോകുന്നുണ്ട് ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിക്കൊണ്ടോ പറച്ചിൽ. അപ്പോൾ ഇനി കറിക്കുള്ള ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ പിന്നെ വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഇനി ഞാൻ പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി നെയ്ച്ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിക്ക് ഇടാൻ വിചാരിച്ചിട്ട്, സാധാരണ ഞാൻ അതിക്ക് ഇടൊന്നുമില്ല, പക്ഷേ ഞാനൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ക്യാരറ്റിൻ്റെ കൂടെ അതും പാടെ ഇടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ ഹെസമോള് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഓള് രാത്രി വേഗം ഉറങ്ങിയിരുന്നു, 9 മണിക്കൊക്കെ ഉറങ്ങിയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ 10-11 മണിക്കൊക്കെ ഞങ്ങൾ എപ്പോഴാണ് കിടക്കണത് ആ ഒരു സമയത്ത് തന്നെ കേട്ടോ ഓള് ഉറങ്ങൽ. പക്ഷെ ഇന്നലെ നേരത്തെ ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എൻ്റെ കൂടെ നീച്ചിട്ടോ. എന്നിട്ട് ഹാളിൽ നല്ല കളിയിലാണ് ഓള്. സൈക്കിളിൽ കയറിയിട്ടും ഓരോന്ന് പറഞ്ഞിട്ടും പിന്നെ അങ്ങനെ ഓരോ കളിയിലാട്ടോ. കാരണം ഓൾക്ക് ഉറക്കം കഴിഞ്ഞു. മറ്റേത് രാത്രി 11:30 സമയത്തൊക്കെ ഉറങ്ങുകയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണ് കിടക്കണത് ആ ഒരു സമയത്താണ് ചില സമയങ്ങളിൽ ഓള് ഉറങ്ങൽ. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 9 മണി ഇസു ചിലപ്പോൾ മദ്രസക്ക് പോയാലും സ്കൂൾക്ക് പോയാലും ഓൾ ഉറക്കാക്ക കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ നല്ല കളിയിലാണ്. ഞാൻ ഓരോ ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓള് പിന്നെ നല്ല കളിയിലാട്ടോ നേരത്തെ എണീറ്റിക്കണു.
ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം ഇത് സ്കൂൾക്ക് പോകണതോ അല്ലെങ്കിൽ ചായ എടുക്കണതോ ഒരുക്കണതോ അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ഈ വീഡിയോയിൽ കൂടുതലായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ വീഡിയോ ഓണാക്കി ഓരോരോ ജോലികൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഹെസമോൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, യസൂനെ മദ്രസ്ക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഈ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല ഒരു സമയത്ത്. അപ്പോൾ യസൂനെയൊക്കെ മദ്രസ്ക്ക് പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ ഞാൻ കറിയും കാര്യങ്ങളും വെക്കുക കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് ചിക്കൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടാന്നാട്ടോ വിചാരിക്കുന്നത്. ചില സമയങ്ങളിൽ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ മസാലയും കാര്യങ്ങളും ചിക്കനൊക്കെ ഒരുമിച്ചിട്ട് അങ്ങനെ വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സാധാ പോലെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഒന്ന് നല്ലോണം വാടിക്കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെ കാര്യം ചെയ്യൽ. സമയം ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാതും പാടെ ഒരുമിച്ചിട്ടൊരിടലുണ്ട്. എന്നിട്ട് പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെക്കായിരിക്കും കേട്ടോ. പക്ഷെ എങ്ങനെ വെച്ചാലായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് എണ്ണയിലിട്ട് വാട്ടിയിട്ട് പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് പേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച് പിന്നെ അതേപോലെ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ ഇങ്ങനെ വെക്കണമായിരിക്കും കേട്ടോ. ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാതും പാടെ ഒരുമിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അത് വരട്ടിയ പോലെ ആക്കിയാലും രസം ഉണ്ടാവും കേട്ടോ. എനിക്കങ്ങനെ കൂടുതൽ കറിയൊന്നും വേണമെന്നില്ല. ഇന്ന് സ്കൂൾക്ക് പോയ സമയത്ത് നെയ്ച്ചോറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യസൂന് അല്ലെങ്കിൽ കൊടുത്തയക്കാന്നു, പക്ഷെ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കറി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചപ്പാത്തിയും കറി കേട്ടോ ഞാൻ എനിക്ക് കൊടുത്തയച്ചത്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വന്നതിന് ശേഷം ഞാൻ പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അധികം കൂടുതൽ വെള്ളമോ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ഒഴിക്കണില്ല. ഒരു പാകത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് പിന്നെ കുക്കർ അടച്ച് വെക്കുക കേട്ടോ. ഇനി കറി കാര്യങ്ങളും അതിന് ശേഷം എനിക്ക് എന്നിട്ടാട്ടോ ഞാൻ കുക്കറിൽ തന്നെയാണ് ചോറും വെക്കണത്. നെയ്ച്ചോറ് കുക്കറിൽ തന്നെയാട്ടോ വെക്കണത്. അപ്പോൾ ഞാൻ ഇനി യസൂനുള്ള കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഓൻ്റെ ലഞ്ചിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകും, എല്ലാതും ചെയ്യണം. അതേപോലെ തന്നെ സ്നാക്സ് ആക്കണം. പിന്നെ ഇനി കറി ആയിട്ട് വേണം കറിയിൽ നിന്ന് ലേസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് എന്തൊരു പിന്നെ ഭക്ഷണം വെക്കലും കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ആ ഒരു സമയത്ത് തന്നെ പാത്രം കഴുകിയേക്കും കേട്ടോ. കൂടുതൽ പാത്രം കഴുകാൻ എനിക്ക് അതുകൊണ്ട് തന്നെ ഉണ്ടാകലില്ല. എന്തൊരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാലും ഞാൻ ആ സമയത്ത് തന്നെ പാത്രങ്ങൾ കഴുകി വെക്കല്ല കേട്ടോ. പിന്നെ കൂടുതലൊന്നായിട്ട് നമുക്ക് കഴുകി വെക്കേണ്ട കാര്യം എനിക്ക് ഉണ്ടാവലില്ല. അങ്ങനെ ചിക്കനൊക്കെ ആവുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കറി മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ട് വേഗം ചോറും ഉണ്ടാക്കണം. എന്തായാലും യസൂന് കൊണ്ടുപോകാനേ ആകൂല, കാരണം സമയം ഏകദേശം ആയിക്കുന്നു കേട്ടോ. ഒരു മദ്രസ വിട്ടരാനായിക്കണു. അപ്പോൾ ഞാൻ കറിയും കാര്യങ്ങളും കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും ഒരുവിധം ഇന്നത്തെ ഒരു ജോലികളും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. ഇതിൽ ഞാൻ കൂടുതൽ വീട് ക്ലീൻ ആക്കണതോ അല്ലെങ്കിൽ അടിച്ചൊരു തുടക്കണതോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അക്ഷയിലും കാര്യങ്ങൾക്കൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ വേഗം ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം വേഗം ഞാൻ പിന്നെ അതേപോലെ തന്നെ യസൂനെ സ്കൂൾക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഹെസമോളൊരു ഒരുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ മുടി ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. മുടി എപ്പോഴാണെന്നുണ്ടെങ്കിലും കൂടുതൽ എണ്ണയും കാര്യം തേക്കാത്തതുകൊണ്ട് തന്നെ ഓളെ മുടി ഒന്ന് കിട്ടൂല കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ഓളെ മുടി ഭയങ്കരതാണ്, എണ്ണ തേച്ച് കൊടുക്കൂല നോക്കൂല എന്നൊക്കെ പറയും കേട്ടോ. നോക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ എണ്ണ തേക്കലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓൾക്കും കൂടുതലായിട്ട് എണ്ണ തേച്ച് കൊടുക്കലും ഇല്ല. പിന്നെ എണ്ണ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ജലദോഷ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും വരും. അപ്പോൾ അതുകൊണ്ട് പേടി കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ആക്കുക കേട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസുമ്മേ അതൊക്കെ നല്ലോണം ക്ലീൻ ആക്കി വെക്കുകയാണ്. എനിക്ക് ഇതിങ്ങനെ വൃത്തിയായി കിടക്കണതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം നമുക്ക് പിന്നെ ഒരു സമയത്ത് വരണമെന്നുണ്ടെങ്കിൽ ആകെ അലമ്പായി കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാൻ തന്നെ എനിക്ക് തോന്നലില്ല കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം ക്ലീൻ ആക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കലും പിന്നെ അത് കൂടുതൽ സമയം നമ്മളത് അവിടെ പോകുമായിരിക്കും. അപ്പം കൂടുതൽ വെച്ചുകൊണ്ടിരിക്കില്ല, പെട്ടെന്ന് ക്ലീൻ ആക്കും കേട്ടോ. അപ്പോൾ അത് പാത്രമാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് തന്നെ ഞാൻ ക്ലീൻ ആക്കി വെക്കും.
അങ്ങനെ ഏകദേശം ഒരു ഉച്ചൻ്റെ സമയമായിട്ടോ, ഒരു 12:30 1 മണിയായിട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്ന് ചോറ് വയ്ക്കുകയാണ്. എനിക്ക് മേലാറ്റൂർ പോകണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് വയ്ക്കാൻ നിൽക്കാം കേട്ടോ. കൂടുതൽ ഇതിൽ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഇന്നത്തെ എനിക്ക് പറഞ്ഞല്ലോ പുറത്ത് പോകണം, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറായതുകൊണ്ട് തന്നെ ഒന്നും കൂടുതൽ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണതിൻ്റെ മുന്നേ ഹെസമോൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോളെ ഹാളിൽ ഇരുത്തിക്കുക കേട്ടോ. മാറ്റി കൊടുത്ത് ഇരുത്തിക്കുകയാണ്. പിന്നെ ഞാൻ ഇപ്പം വരാം, ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ തൈരും കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ. എനിക്കിങ്ങനെ ചെയറിലൊക്കെ ഇരിക്കണേക്കാട്ടിൽ ഇഷ്ടമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിലത്തിരിക്കുക, ഒന്നില്ലെങ്കിൽ വാതിലിൻ്റെ ആ ഒരു നമ്മൾ ഇറങ്ങണ സ്ഥലത്തിരിക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ അക്ഷയയിലും കാര്യങ്ങളിലൊക്കെ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ. പിന്നുള്ളത് 4 മണി സമയമായപ്പോൾ, 4 മണിയല്ല, ഏകദേശം ഒരു മഗ്‌രിബ് വാങ്ങി കൊടുക്കാനായിരിക്കും കേട്ടോ. മഗ്‌രിബ് വാങ്ങി കൊടുത്ത സമയമായപ്പോൾ തുണികളും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം കേട്ടോ. ഇസാസാണെന്നുണ്ടെങ്കിൽ നല്ല കളിയിലാണ്, കുളിച്ചാൽ വിളിക്കണുണ്ട്. ഓനാണെങ്കിൽ പോയിരുന്നില്ല. ഹെസമോളാണെന്നുണ്ടെങ്കിലും നല്ല കളിയിലാട്ടോ. ഇപ്പം ആദ്യത്തെ പോലെ 6 മണിക്കല്ലല്ലേ ബാങ്കിലെ, ഒരു 6:10 ആ ഒരു സമയത്താണല്ലോ അല്ലേ ബാങ്ക്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഇസു മേലാറ്റൂർ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക കേട്ടോ. പോകുക. അപ്പം ഞാൻ പറയുന്ന രണ്ടാളും പോയിട്ട് കുളിച്ച് എന്നിട്ട് വേഗം കുളിച്ചെന്നൊക്കെ പറയാട്ടോ. അപ്പം രണ്ടാളും തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാളെയും കുളിച്ചാൻ വിളിച്ചിട്ടൊരു തിരക്കാട്ടോ ഈ കാണുന്നത്. രണ്ടാളും പോയിരുന്നില്ല. അപ്പം ഞാനൊരു വടി എടുക്കാൻ വേണ്ടി പോവാട്ടോ. ആ ഒരു സമയത്ത് ഹെസമോളാണെന്നുണ്ടെങ്കിൽ തീരെ പറഞ്ഞതേക്കില്ല കേട്ടോ. മുറ്റത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഈ ഒരു സമയത്ത് തന്നെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുക എന്ന് പറയണത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ കഴിയാട്ടോ, ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വീഡിയോ കേട്ടോ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഇനിയിപ്പോൾ അടുത്ത വർഷത്തിൽ പ്രത്യേകിച്ച് സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ.